മാരകമായ നിക്കോട്ടിൻ പാച്ചുകൾ കേരളത്തിൽ വിറ്റഴിക്കാൻ അദാനി ഗ്രൂപ്പ്. അദാനി ഗ്രൂപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള മുംബൈ വിമാനത്താവളത്തിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ ലൈസൻസ് ഇല്ലാതെ നിക്കോട്ടിൻ പാച്ചുകൾ വിറ്റതായി ഇന്ത്യൻ ഡ്രഗ്സ് വകുപ്പിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. ആവശ്യമായ ലൈസൻസോ അനുമതിയോ ഇല്ലാതെയാണ് വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത നിക്കോട്ടിൻ പൗച്ചുകൾ മുംബൈ വിമാനത്താവളത്തിൽ വിറ്റഴിച്ചത് അദാനി ഗ്രൂപ്പ്. പുകയില ഇല്ലാത്തതും എന്നാൽ പുകയിലയോട് കടുത്ത ആസക്തി ഉണ്ടാക്കുന്നതുമായ നിക്കോട്ടിൻ പൗച്ചുകളാണ് വിറ്റഴിച്ചത് മുംബൈ വിമാനത്താവളത്തിൽ. ചുണ്ടിനും മോണയ്ക്കും ഇടയിൽ ഉപയോഗിക്കാവുന്ന ചെറിയ ചെറിയ പാക്കറ്റുകളാണ് അദാനി ഗ്രൂപ്പ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തത്. ഡ്രഗ് കൺട്രോളറുടെ മുൻകൂർ അനുമതിയോ ലൈസൻസോ ഇല്ലാതെയാണ് ഇത് ഇന്ത്യയിൽ വിറ്റഴിച്ചത്. അടുത്ത അദാനി ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം കേരളമാണ്. കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ചുണ്ടിനും മോണയ്ക്കും ഇടയിൽ വയ്ക്കുന്ന ലഹരി വസ്തുക്കൾ, സിഗരറ്റിനോളം ലഹരി ഇല്ലെങ്കിലും ലഹരി വസ്തുക്കൾ നിരോധിച്ചിരുന്നു. അന്ന് ഒരുപാട് പേർ ഡി അഡിക്ഷൻ സെൻറ്ററിൽ ചികിത്സ തേടിയത് ചരിത്രം. പക്ഷേ പിന്നീട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളായി മാധ്യമങ്ങൾ മാറ്റി. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സുലഭമായി കേരളത്തിൽ വിറ്റഴിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ നിരോധിച്ചപ്പോഴും ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനുമായി രമേശ് ചെന്നിത്തല മുന്നോട്ട് പോവുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ, ഈ ചുണ്ടിനും മോണയ്ക്കും ഇടയിൽ വയ്ക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുന്നുണ്ട് ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥർ. ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ശംഭു, ഗണേശ്, ചൈനി കൈനി, കൂൾ തുടങ്ങിയ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഇവിടെ ലാവിഷായി ഉപയോഗിക്കുന്നവർ ഒരുപാടുണ്ട്. അതിന് വിലയും വലിയ കൂടുതലാണ്. എനിക്ക് തോന്നുന്നു കഞ്ചാവ് പോലെ ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നുണ്ട്. ഇതാണ് അദാനി ഗ്രൂപ്പിന് ഇപ്പോൾ കേരളത്തിലോട് താല്പര്യം തോന്നാനുള്ള കാരണം. ഉമ്മൻചാണ്ടി സർക്കാർ ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ചുണ്ടിനും മോണയ്ക്കുമിടയിൽ വയ്ക്കുന്ന ലഹരികൾ നിരോധിച്ചപ്പോൾ തഴച്ച് വളർന്നത് MDMAയും ഹാഷിഷും ഹെറോയിനും ഒക്കെയാണ്. MDMA തഴച്ച് വളർന്നു, ഹാഷിഷ് തഴച്ച് വളർന്നു, ഹെറോയിൻ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ കൂടി. MDMA വന്നു. ഇപ്പോൾ MDMA ആണ് ഏറ്റവും ഫ്രണ്ടിലേക്ക് നിൽക്കുന്നത്. MDMA ഏറ്റവും മുന്നിൽ നിൽക്കുമ്പോൾ MDMAയുടെ ഉപയോഗം വളരെ കൂടുതലായി വന്നിരിക്കുന്നു ഇപ്പോൾ കേരളത്തിൽ. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ശംഭു, ഗണേശ്, കോൾ, ചൈനി കൈനി തുടങ്ങിയവയാണ്. അതൊക്കെ ഒരു കാലത്ത് 5 രൂപയ്ക്ക് കേരളത്തിലെ ഷോപ്പുകളിൽ, സാധാരണ ഷോപ്പുകളിൽ ലഭ്യമായിരുന്നു. ഇപ്പോൾ അതിന് ഇരട്ടി രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നത് അധോലോക സംഘങ്ങൾ. എന്തായാലും അദാനി ഗ്രൂപ്പ് ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. മുംബൈയിൽ
മുംബൈയിലെ വിമാനത്താവളത്തിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ ലൈസൻസ് ഇല്ലാതെ നിക്കോട്ടിൻ പാച്ചുകൾ വിറ്റതായി കണ്ടെത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, ഇന്ത്യൻ ഡ്രഗ്സ് വകുപ്പിൻ്റെ അന്വേഷണത്തിലാണ്. ഇതിനെതിരെ നടപടിയൊന്നും ഉണ്ടാകാനൊന്നും പോകുന്നില്ല. കേരളത്തിൽ വി സതീശൻ അദാനി ഗ്രൂപ്പിൻ്റെ സ്വന്തമാണ്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിക്കോട്ടിൻ പാച്ചുകൾ സുലഭമായി വിൽപ്പന നടത്തും. ഇപ്പോൾ നിക്കോട്ടിക്സ് അടക്കമുള്ള പുകയിലയോട് പ്രതിരോധിക്കുന്ന നിക്കോട്ടിൻ അടങ്ങിയ ഉൽപ്പന്നങ്ങൾ സജീവമാണ് കേരളത്തിൽ. പക്ഷേ അദാനി ഗ്രൂപ്പിൻ്റെ നിക്കോട്ടിൻ പൗച്ചുകൾ അങ്ങനെ ആവില്ല. മാരകമായി പുകയിലയോട് ആസക്തി ഉണ്ടാക്കുന്ന നിക്കോട്ടിൻ പൗച്ചുകളാകും കേരളത്തിൽ ഇറക്കുമതി ചെയ്യുക. അത് പാവപ്പെട്ട കുട്ടികളിൽ, സ്കൂൾ വിദ്യാർത്ഥികളിൽ വീണ്ടും പുകയിലയോടും മറ്റ് എന്താ പറയുക, ലഹരി വസ്തുക്കളോടും ഒക്കെയുള്ള താല്പര്യത്തിന് കാരണമാകും. അദാനി ഗ്രൂപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് സതീശനെതിരെ ഈ വാർത്ത പ്രസിദ്ധീകരിക്കുമ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്കെതിരെ കേസ് വരാം. പൊളിറ്റിക്സ് കേരളയെ ക്രൂശിക്കാം. കാരണം ഞങ്ങളെ സംരക്ഷിക്കാൻ ആരുമില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത പുറത്തുവിടുന്നത്. അദാനി ഗ്രൂപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള മുംബൈ വിമാനത്താവളത്തിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ ലൈസൻസ് ഇല്ലാത്ത നിക്കോട്ടിൻ പൗച്ചുകൾ വിറ്റതായി കണ്ടെത്തിയത് ഞങ്ങളല്ല, ഇന്ത്യൻ ഡ്രഗ്സ് വകുപ്പിൻ്റെ അന്വേഷണമാണ്. അവർ അതിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യമായ ലൈസൻസോ അനുമതിയോ ഇല്ലാതെയാണ് ഇത് വിറ്റഴിച്ചിരിക്കുന്നത്. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത നിക്കോട്ടിൻ പൗച്ചുകൾ നാളെ കേരളത്തിൽ അദാനി ഗ്രൂപ്പ് വിൽപ്പന ചെയ്യും. പുകയില ഇല്ലാത്തതും എന്നാൽ പുകയിലയോട് കടുത്ത ആസക്തി ഉണ്ടാക്കുന്നതുമായ നിക്കോട്ടിൻ ആയിരിക്കും ഇവിടെ കേരളത്തിൽ വിതരണം ചെയ്യുക. അപ്പോൾ ഉമ്മൻചാണ്ടി എന്തിനാണ് ശംഭുവും ഗണേശും അടക്കമുള്ള, അതിന് പറയുന്ന ഒരു പേര് തമ്പാക്ക് എന്നാണ്, എല്ലാം കൂടെ ചേർത്ത് തമ്പാക്ക്. അതിലുപരി ഇവിടുത്തെ പാൻ ഷോപ്പുകൾ ഓരോന്നോരോന്നായി ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി രമേശ് ചെന്നിത്തല നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. പാൻ ഷോപ്പുകളിൽ 1000 അടക്കമുള്ള തൂഫാൻ അടക്കമുള്ള പുകയില ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. അതൊക്കെ നിർത്തിക്കൊണ്ടിരിക്കെ അതിനേക്കാൾ ലഹരിയുള്ള നിക്കോട്ടിൻ പൗച്ചുകൾ കേരളത്തിൽ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ സൂചനയാണ് അംബാനി ഗ്രൂപ്പ് നൽകുന്നത്. സതീശൻ ഇതിനോട് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കും? ഇതിനോട് എങ്ങനെ മറുപടി പറയും? അതൊക്കെയാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയേണ്ടത്. ഞങ്ങളിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ.